ഹേയ് ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിമിംഗ് വീഡിയോ കളിക്കാൻ പോവാണ്. പുതിയതല്ല, നമ്മൾ കഴിഞ്ഞതിൻ്റെ കളിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫ്രണ്ട് ഡോർ എസ്കേപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ ബോട്ട് എസ്കേപ്പ് അത് ഗ്രാനിയെ വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകണം. അടുത്ത വീഡിയോയിൽ ഗ്രാനിയും ഗ്രാൻഡ് പാൻ വെച്ചിട്ട് നമുക്ക് ഹെലികോപ്റ്റർ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഡേ 1 നമ്മളിൽ നോഡത്ത് ചലഞ്ചും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. നോഡത്ത് പറ്റിയില്ലെങ്കിൽ ഒരു നോർമൽ ഗ്രാനി 2 ബോട്ട് എസ്കേപ്പാണ്. ഇതിൽ കുറേ ഗ്ലിച്ചുകളുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ നമ്മുടെ ചടങ്ങ് പോലെ ഇവിടെ വന്ന് ഇതിൽ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്കത് ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് നിൽക്കണം. അപ്പോൾ തളച്ചി ബുദ്ധിയില്ലാത്ത നോ ബ്രെയിൻ തളച്ചി പോവും. അപ്പോൾ അയ്യോ തളച്ചിപ്പോയി മേലോട്ട് പോകും ഗൈസ്. കാരണം കുറച്ച് മണി അടിച്ച സ്ഥിതിക്ക് അയ്യോ തള്ള എന്നെ കണ്ടു. നല്ലതാണ്, എന്തുകൊണ്ടോ നല്ലതാണ്. പക്ഷെ സ്റ്റക്കായി കഴിഞ്ഞാൽ തള്ള പോയി പൊട്ടി തള്ളക്ക് തലയ്ക്ക് വിവരമില്ല കേട്ടോ. എങ്ങനെ ഇരിക്കണം? ഓക്കെ, ഇപ്പം എങ്ങനെ ഞാൻ വാരി കയറി ചെന്നുണ്ടെങ്കിൽ ഞാൻ തത്തുണ്ടാവും. വേഗം മേലോട്ട് കയറാൻ തള്ള വരുന്നതിന് മുമ്പ്, മ്യൂസിക് നിൽക്കുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് മേലെ പോയി നമ്മൾ സ്റ്റൺ ഗൺ എടുത്തിട്ട് പരിപ്പോടെ കൊടുക്കാം. ഓക്കെ, ഞാൻ ചത്തു. ഗൈസ് ഇവിടെ സ്പാർക്ക് പ്ലഗ് ഇരിപ്പുണ്ട്, അതെന്തായാലും വേണ്ട ഒരു സാധനമാണ്. ഞാൻ പറയണത് ഒരു ബുദ്ധി നമുക്ക് കാണിക്കാം ഗൈസ്. ഇവിടെ സ്റ്റൺ ഗൺ ഉണ്ടോ? ഇല്ല, സ്റ്റൺ ഗൺ ഇല്ല. ഓക്കെ, സോ നല്ല അടിപൊളിയായിട്ട് ആദ്യം തന്നെ മൂഞ്ചിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതുണ്ട് ഗൈസ്, എന്താണ് മറ്റേ ഈ സാധനമുണ്ട്, ഇത് ഹാൻഡ് വീലുണ്ട്. നമുക്കൊരു പരിപാടി കാണിക്കാം. നമുക്ക് ഫസ്റ്റ് മേലെ ഫുള്ള് സെർച്ച് ചെയ്യാം. അപ്പോൾ തള്ളിപ്പീ സൗണ്ട് കിട്ട് താഴോട്ടോട്ട് പോവും. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്പാർക്ക് പ്ലഗ് എടുത്തിട്ട് താഴത്തോട്ട് ഇടാം. താഴെ നമ്മൾ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നമുക്കൊരു ചെറിയൊരു ഗ്ലിച്ച് ഉണ്ട്. ഓക്കെ, നമ്മളതും താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താഴോട്ട് പോവും. ഓക്കെ, ഈ റൂമുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും നോക്കാം. ഇവിടെ സെക്യൂരിറ്റി കീ വേണം. ഓക്കെ, അത് നമുക്ക് സെറ്റാക്കാം. ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ ഒന്നും വേണ്ട. ഓക്കെ, അവിടെ ഒന്നുമില്ല, ഒന്നും വേണ്ടെന്നില്ല. ഓക്കെ, തള്ളെന്നെ കണ്ടിട്ട് റെസ്റ്റ് മിസ്സാണ്. ഇവിടെ എന്താ ഹെലികോപ്റ്റർ. ഇപ്പോൾ നമുക്കൊരു ചെറിയ തള്ളയെ പറ്റിക്കാം. ഇവിടെ ഞാൻ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊട്ടിത്തള്ള ഇപ്പം അങ്ങോട്ട് പോവില്ലേ? ഓക്കെ, തള്ളപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. തള്ള ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇവിടേക്കൊന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ മിക്കവാറും ഒന്നും ഉണ്ടാവില്ല, പറഞ്ഞ പോലെ തന്നെ ഒന്നുമില്ല. ഇവിടുന്ന് നമുക്ക് ഞാനിപ്പോൾ എന്തിനാ ഹെലികോപ്റ്റർ വിമാനം എടുത്തത്? ഓക്കെ, ഇവിടെ എന്താ വ്രഞ്ച് നമുക്ക് ആവശ്യമുണ്ട്. സോ ഇവിടെ എന്താ ഡോർ ലോക്ക്. ഓക്കെ, സെറ്റാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സംഭവം ഓൺ ചെയ്തിട്ട് ബാത്റൂമൊക്കെ തുറന്നിടാൻ ഗൈസ്. ഇതൊക്കെ ആവശ്യം വരും. നമുക്കിവിടെ ചെന്ന് ഇവിടെ എന്തെങ്കിലും കിട്ടി, സ്റ്റൺ ഗൺ കിട്ടി. ഇപ്പോൾ തള്ളെ നമുക്ക് ഇപ്പോൾ പൂശാം ഗൈസ്. ഓക്കെ, തള്ളെ പൂശാൻ അത് കഴിഞ്ഞിട്ട് തള്ളയുടെ ചോനയും കൂടെ നമുക്ക് അടിച്ചു നോക്കാം. ഇപ്പോൾ വരുമല്ലോ, വേണ്ട എന്നാ പിടിച്ചോ. എന്നെയൊക്കെ പേടിയുള്ള കാലം മറന്നുള്ള മാറിക്കങ്ങട്ടെ, ഇതിവിടെ ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് അടുക്കളയിൽ വല്ലതും ഉണ്ടോ നോക്കാം. ഗ്ലാസ് ഫ്യൂസ് നമ്മുടെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഇതെടുക്കാം ഗൈസ്, സ്പാർക്ക് പ്ലഗ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കുഞ്ഞിട്ട് ഈ വെള്ളത്തിൽ വേണം നമ്മൾ തോറ്റു. ഇത് ഇടുമ്പോഴത്തേക്ക് അത് നേരെ നമ്മുടെ ബോട്ടിൻ്റെ ആ ഭാഗത്തോട്ട് കയറി കിടക്കും. ഇതൊരു ഗ്ലിച്ചാണ്. ഇത് എത്ര കാലം ഈ ഗെയിമിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉള്ള കാലത്തോളം നല്ല. ഈ ഡോറ് ഞാൻ തുറക്കാൻ മറന്ന്. ഓക്കെ, സെറ്റാണ്. താഴെ നമ്മളെല്ലാം സെർച്ച് ചെയ്തായിരുന്നു. ഇവിടെ വല്ലതും ഉണ്ടോ, ഇവിടെ ഒന്നും തേങ്ങയുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മൾ ഓർമ്മയില്ലായിരുന്നല്ലോ, ഇവിടെ ഒന്നുമില്ല. നമുക്ക് അടുക്കളയിലാണ് നമ്മുടെ ബാക്കി പരിപാടി എന്ന് തോന്നുന്നു, കാരണം വേറെ ഭാഗത്തൊന്നും ഇല്ല ഗൈസ്. ഇവിടെ എന്താ സെക്യൂരിറ്റി കീ. ഓക്കെ, സെക്യൂരിറ്റി കീ കിട്ടിയിട്ടുണ്ട്, സെറ്റാണ്. ഇവിടെ എന്താ ഗ്യാസൊലിൻ അതും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, സെറ്റാണ്. ഇനി നമുക്ക് പോയി നേരെ സെക്യൂരിറ്റി റൂം ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൺ ഗൺ എടുത്തിട്ട് വരാൻ കഴിയും. കാരണം സ്റ്റൺ ഗൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ തള്ള ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മളിപ്പം തന്നെ എല്ലാം മൂവ്സ് ഭയങ്കര ഇതായിട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെ അത് അവസാനം പണിയായിട്ട് വരും. ഓക്കെ, സെറ്റാണ്. ഇനി നമുക്ക് ഈ ഗ്യാസൊലിൻ എടുത്തിട്ട് ഇത് കണക്ക് ഡ്രോപ്പ് ചെയ്യാം.
അപ്പോൾ നേരെ അവിടെ ചെന്ന് വീണോളും. ഓക്കെ, പക്ഷെ അത് എപ്പോഴും വർക്കാവുന്നില്ല. ചിലപ്പോൾ അത് ഗ്ലിച്ചടിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പണി. ഓക്കെ, ഇവിടെ ഈ ഒരു ഇതുണ്ട് ഗൈസ്, ക്യാമറയുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെ പോയി, പക്ഷെ അത് ഗ്രാൻഡ് ഉള്ളപ്പോഴാണ് നോക്കുക, ഗ്രാൻഡ് നോക്കത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, സെറ്റാണ്. നമുക്ക് നേരെ മേലോട്ട്. ഇവിടെ ബോട്ട് സ്റ്റിയറിംഗ് ഉണ്ട്, അതൊരു നല്ല കാര്യമാണ്. ബോട്ട് സ്റ്റിയറിംഗ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് തുറക്ക് ക്രോബാറൊക്കെ, നമുക്ക് ക്രോബാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് നൈസായിട്ട് നമ്മൾ താഴെ വീഴാതെ ഇവിടെ ായി പോയി തീർന്നു. നമ്മൾ താഴോട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്താണുള്ളത്, ബോട്ടിക്ക് കിട്ടി. ശരിക്കും നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും. പാഡ്ലോക്കിയും കൂടെ വേണം. ഓക്കെ, അതോടെ കിട്ടിയ പരിപാടി സെറ്റാണെന്ന് തോന്നുന്നു. ഓക്കെ, കൊച്ചുമോ മണി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ് എന്തായാലും അങ്ങോട്ട് പോകും. നമുക്കപ്പോഴത്തേക്കും ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്ത് സെറ്റാക്കാം ഗൈസ്. ഇത് ഉണ്ട പോയാൽ ഇല്ല, ഉണ്ട പോയിരുന്നെങ്കിൽ നമ്മൾ കാര്യത്തിൽപ്പൊരു തീരുമാനമാണ്. കാരണം നമുക്ക് മറ്റേ ഇത് കിട്ടിയിട്ടില്ല. ഇത് ഗ്രാനി എവിടെയാണെന്നിപ്പോൾ എങ്ങനെ അറിയുക? ഗ്രാനിയുടെ അണ്ണാക്കിലോട്ട് ഞാൻ ചെന്ന് ചാടില്ല എന്ന് വിചാരിക്കുന്നു. തള്ള കിളിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. തള്ള ഇങ്ങോട്ട് നമുക്കൊന്ന് വിളിച്ചേക്കാം. എന്നിട്ട് കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ കൊടുക്കാനുള്ള എല്ലാ കണക്കും തീർപ്പാക്കിയിട്ട് നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് ബോട്ടിക്ക് എടുക്കണം, ഇവിടുന്ന് ബോട്ട് സ്റ്റിയറിംഗ് എടുക്കണം. ഇനി നമുക്ക് ഒരു ചെയിൻ കട്ടർ അല്ല ഒരു കട്ടിംഗ് പ്ലെയർ കണ്ടുപിടിക്കണം. അതും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പരിപാടി സെറ്റാണ്. നമ്മൾ എസ്കേപ്പ് ഏകദേശം എസ്കേപ്പായി. മേലെ നമുക്ക് പാഡ്ലോക്ക് കിട്ടും. സെറ്റാണ്. തള്ള എത്ര നേരമാണ് മുടന്തി ഇവിടെ എത്തുമ്പോഴത്തേക്കും ഗെയിം മാക്സിമം ലാഗ് അടിപ്പിക്കുന്ന ആളെ നിറച്ചും ഇവിടെ കിടക്കും. ഓക്കെ, നമ്മുടെ ക്രോബാർ നമുക്കെടുക്കാം. ക്രോബാർ എടുത്തിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡക്ട് ടേപ്പാണ് കിട്ടിയത്. ഓക്കെ, ഡക്ട് ടേപ്പ് നമുക്ക് ആവശ്യമില്ല ബൈ. ഓക്കെ, നമുക്കിനി ക്രോബാർ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ താഴത്തോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ചായ പോയ തീർന്ന് മാറി നിൽക്കുന്നതള്ള നടുറോട്ടി കയറിയിട്ടാണ് തള്ള കിടക്കണേ. നമുക്ക് ബോട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബോട്ടിക്ക് നമുക്ക് എടുത്തിട്ട് ഇവിടുന്ന് താഴത്തിട്ടിട്ടേക്കാം. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ബോട്ട് സ്റ്റിയറിങ് അതും ഇവിടെ തന്നെയാണ്. ഏകദേശം എല്ലാ ഐറ്റംസും ബോട്ടിൻ്റെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാഡ്ലോക്കിയാണ്. അതിന് നമുക്ക് മിക്കവാറും കൊച്ചുമോൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും. സോ കൊച്ചുമോൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്റ്റൺ ഗൺ എടുത്ത് പിടിച്ചേക്കാം. സ്റ്റൺ ഗൺ മിക്കവാറും കൊച്ചുമോൻ്റെ അടുത്തായിരിക്കും. നമ്മളെപ്പോഴും ഈ ഡോറ് തുറന്നിടാൻ ശ്രദ്ധിക്കണം. ഞാൻ അത് മറന്നു പോയതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ തള്ളത്ത് ഓടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടാൻ വഴി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓടുമ്പോൾ ചിലപ്പോൾ ഇത് തുറന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ല പണി കിട്ടും. ഇവിടെ തള്ളതെ ഒരു ട്രാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ല പിന്നെ തള്ളൊരു ട്രാപ്പും നമുക്കിവിടെ സ്റ്റണ്ട് നല്ല ഡ്രോപ്പ് ചെയ്തിട്ട് ബ്രഞ്ചവിടെ ഗ്ലിച്ചടിച്ച് പോയാൽ ഇല്ലാണ്ടടക്കുന്നു പറയുന്നത്. കളറൊക്കെ ഏകദേശം സെയിമാണ്. ഓക്കെ, നമ്മൾ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ കൊച്ചുമോൻ്റെ പണി നമുക്ക് തീർക്കാം. കൊച്ചുമോൻ്റെ പണി തീർക്കുന്ന ഇവിടെ ഡൈനാമൈറ്റ് ഉണ്ട്. നമുക്ക് തള്ള ഡൈനാമൈറ്റ് കൊച്ചുമോനെ തീർക്കുന്നുണ്ട്. പാഡ്ലോക്ക് സെറ്റാണ് പാഡ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം തള്ള ബോംബറിനെ കൊല്ലാല്ലേ. ഞാൻ വെള്ളം വരുമ്പോൾ ഇവിടത്തോട്ട് ബോംബിട്ടേക്കാം. വെള്ളം കയറാത്ത നമ്മൾ മുങ്ങിക്കാം. സീരിയസ്ലി മുങ്ങി. തള്ള ചത്ത്. ഞാൻ വിചാരിച്ചേ ഞാൻ പൊട്ടു. പക്ഷെ ഞാനിപ്പോൾ എങ്ങോട്ടായിരുന്നു ഒരു പണി നമ്മൾ ചെയ്ത് നമ്മൾ ഈ വെള്ളം കളയുന്നതിന് മുമ്പ് ആ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കളഞ്ഞാൽ മതിയായിരുന്നു.
കുഴപ്പമില്ല 3 ഐറ്റംസ് അല്ലേ, നമുക്കത് എടുത്ത് വേഗം കൊണ്ടിടാം. ഒക്കെ ഞാൻ മറ്റവിടെ തന്നെ ഇട്ടിരിക്കാം, നമുക്ക് വേഗം എടുക്കാം. ഓക്കെ, ഇതിവിടെ ഇടാം. ബോട്ടിക്ക് എടുക്കാം. ബോട്ടിക്ക് നമ്മൾ ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, സെറ്റാണ്. നമുക്കത് ഓരോ ഐറ്റംസായിട്ട് വെച്ച് പോവാം. ഓക്കെ, നമ്മൾ പെട്ടെന്നൊക്കെ ചെയ്യണം, കാരണം ഗ്രാനി 2 മിനിറ്റത്തേക്കേ ഉറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് കണ്ട കൈസ് നമ്മുടെ ഗ്യാസൊലിനൊക്കെ ഇത് ഇവിടെ വന്ന് കിടപ്പുണ്ട്, ഗ്യാസൊലിൻ കിടപ്പുണ്ട്, എല്ലാം ഇവിടെ സെറ്റാണ്. നമുക്കിനി പേടിക്കാനൊന്നുമില്ല. ഫ്യൂവലടിക്കുക, നേരെ എസ്കേപ്പ് ആവുക. അത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഇതും കൂടെ ചെയ്ത് ഇനി നമുക്ക് നേരെ പോയി ബോട്ടിക്കുകയും ഇതും എടുത്തിട്ട് വന്ന് നമ്മുടെ പരിപാടി കഴിഞ്ഞ്. പക്ഷേ ഞാൻ അങ്ങനെ പോകത്തില്ല ഗൈസ്. നമ്മൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് തള്ളെ കൊല്ലാതെ നമ്മൾ ഈ തള്ളയുടെ കൂടെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി പോകണം. തള്ളേനെ നമ്മൾ കൂടെ കൊണ്ടുപോകും. കാരണം എപ്പോഴും തള്ളയ്ക്ക് ഒരു സങ്കടമാണ്, നമ്മൾ തള്ളെ കൊന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊല്ലാതെ നമ്മൾ ചേർന്ന് തള്ളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി പോകണം. അപ്പോൾ ഈ ഒരു വിഷമം മാറുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം ഗൈസ്. നമുക്ക് തള്ളയെ കൂടെ കൊണ്ടുപോകാം. നമ്മൾ കൊല്ലുന്നില്ല, പകരം കൂടെ കൊണ്ടുപോകാം. ഓക്കെ, തള്ള വരട്ടെ. തള്ള വന്നിട്ട് നമുക്ക് കയറിയിരുന്ന് അങ്ങ് പോവാം. ഓക്കെ, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ് തള്ളയ്ക്ക് വേണ്ടി. തള്ളയും കൂടെ വിളിച്ച് നമുക്ക് ഒരുമിച്ച് നിന്ന് ബോട്ടിൽ എസ്കേപ്പ് ആവാം. അതല്ലേ നല്ലത്. ആകുമ്പോൾ തള്ളയുടെ കൺമുമ്പിൽ എനിക്ക് എസ്കേപ്പ് ആവാമല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ കൊന്നിട്ട് പോകാന്ന് വെച്ചാൽ അത് നോർമലാണ്. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ റിവെഞ്ചെടുത്തിട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് ശാസ്ത്രം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് ഈ പ്രാവശ്യം കൂടെ തള്ളേനെയും കൊണ്ടുപോകാം. തള്ളി പാവി വീട്ടിൽ ഒറ്റയ്ക്ക് നടന്ന് മടുത്ത്. ഇല്ല, പാപ്പനും ഉണ്ട്, ബട്ട് നമുക്ക് ഗ്രാനിയെ വെച്ച് ഒന്ന് പുറലോകമൊക്കെ കാണിക്കാം. ഇന്ന് ആളെ എപ്പോഴും തള്ള ചത്ത് കിടക്കാം കേട്ടോ, അതാണ് അത്ര ലേറ്റ് വരാം. ഈ തള്ള ഇത്രയൊക്കെ ലാഗടിപ്പിക്കുന്നത്. നമുക്കങ്ങ് എസ്കേപ്പ് ആയല്ലോ, പോയിട്ട് ഇനി തള്ളയ്ക്ക് വെയിറ്റ് ചെയ്യണോ? തള്ള ഇവിടെ നിന്നങ്ങ് തീർന്ന് നമ്മൾ ചുറ്റി വരേണ്ടി വരും. ഇവിടെ നിന്ന് തള്ളച്ചിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് തള്ള റീസ്പോണായി എന്നർത്ഥം. ഓക്കെ, തള്ള വരട്ടെ ഗൈസ്, തള്ള വരട്ടെ. അവിടെയോ ട്രാപ്പ് ഇടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാ വരുന്നു. ഫൈനലി നമ്മൾ ഗ്രാനിയെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി എസ്കേപ്പായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് ബോട്ടിലൂടെ ഏകദേശം 13 മിനിറ്റ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ശരിക്കും ഭയങ്കര ഒരു റിവെഞ്ച് നമ്മൾ തീർത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും ഡെഡ് ആവാതെ നമ്മൾ നോഡ് ചലഞ്ച് വീണ്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തത് നമ്മൾക്ക് ഗ്രാൻഡ് പേയും വെച്ചിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ എസ്കേപ്പായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ഗൈസ്.